ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിങ്കി മോള് ദുഃഖിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ചിറ്റ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട ചിറ്റ എന്ന് പറഞ്ഞ് പിങ്കി ഇരിക്കും കേട്ടോ. അയ്യോ, അത് പറഞ്ഞാൽ പറ്റത്തില്ല, ഈ സമയത്ത് പട്ടിണി കിടക്കാൻ പറ്റുമോ എന്ന് ചിറ്റ മോളോട് ചോദിക്കാം. മോൾ അന്നേരം വലിയ ദയനീയമായിട്ട് നോക്കിയിരിക്കുന്നു. ദേ, രാമേശ്വരം പോക്ക് മുടങ്ങിയതിൻ്റെ വിഷമമാണോ എന്ന് ചിറ്റ ചോദിച്ചപ്പോൾ മുടങ്ങിയതല്ലല്ലോ, മുടക്കിയതല്ലേ എന്ന് ചോദിച്ചു. മുടക്കിയവളോടെ 4 എണ്ണം പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നതെന്ന് ഗിരിജ അന്നേരം പിങ്കിയോട് പറയാം. പുല്ലും വൈക്കോലും തിന്നു പിടിക്കാനല്ലാതെ ആ നന്ദയെ കൊണ്ട് പിന്നെ എന്താ പ്രയോജനം എന്നൊക്കെ ഗിരിജ പിങ്കിയോട് ചോദിക്കും കേട്ടോ. ഒരു കുഞ്ഞിനെ കിട്ടണമെങ്കിലേ ദേ എൻ്റെ പിങ്കി മോളുടെ ഔദാര്യം വേണ്ടേ? എന്നിട്ട് അവളെ മോൾക്കിട്ട് തന്നെ പാരയായിട്ട് വന്നുകൊണ്ടിരിക്കുക. സഹിക്കും എനിക്കത്. ഞാൻ അതുകൊണ്ട് 4 എണ്ണം അങ്ങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുളിപ്പിച്ചാ വിട്ടിരിക്കുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ ചിറ്റേ കാര്യം? ഇനി എന്നെങ്കിലും എൻ്റെ ആഗ്രഹം നടക്കുമോ എന്ന് പിങ്കി ചോദിക്കുക. ഗൗതമത്ത് അവിടെ ചെന്ന് കൈ കൂപ്പി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആരെയും തോൽപ്പിക്കാനോ ആരെങ്കിലും ജയിക്കാനോ ഒന്നിനും വേണ്ടിയല്ലല്ലോ. എൻ്റെ ജീവിത അഭിലാഷമല്ലേ അത് എന്ന് പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ മോളെ, ഇനിയും അത് സാധിച്ചു കൂടായികയൊന്നും ഇല്ലല്ലോ, നീ എന്തിനാ ഇങ്ങനെ നിരുത്സാഹപ്പെടുന്നതെന്ന് ചോദിക്കുന്നു ചിറ്റയോട്. ഇത്തവണ തന്നെ ഞാൻ എത്രത്തോളം വളഞ്ഞും തിരിഞ്ഞു ആ ഗൗതത്തിനെ ആ റൂട്ടിൽ എത്തിച്ചത് എന്നൊക്കെ അറിയാവോ എന്ന് ചോദിച്ചു പിങ്കി. ഇനി അത് ഒരിക്കലും നടക്കില്ല എന്ന് പിങ്കി പറഞ്ഞപ്പോൾ അതെന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ എന്ന് ഗിരിജ ചോദിക്കുക. ദേ, ഞാനാ പറയുന്നേ, നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്ന്. അത് നടന്നിരിക്കും. അതെങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കഴുതക്കുട്ടി തുറുപ്പുചീട്ട് നിന്റെ കയ്യിൽ തന്നെയല്ലേ ഉള്ളത്. ഈ കുഞ്ഞ് നിന്റെ വയറ്റിൽ കിടക്കുന്ന കാലം വരെ നീ ഈ വീടിന് തീ വെച്ചു എന്ന് പറഞ്ഞാലും ഗൗതമനും നന്ദയ്ക്കും ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് ഗിരിജ പറഞ്ഞു കൊടുക്കുക. അപ്പം പിങ്കി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക കേട്ടോ. പിറ്റേ ദിവസവും അവർക്ക് വന്ന് ചോദിച്ചാലേ പറ്റൂ, നീ വല്ലതും കഴിച്ചോ കുടിച്ചോ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടോ എന്നൊക്കെ അവർക്ക് വന്ന് ചോദിക്കണ്ടേ. അങ്ങനെ ചോദിക്കുമ്പോൾ നീ അത് മാക്സിമം മുതലാക്കണ്ടേ. ദേ, നിന്റെ തെറ്റിന് നീ നിന്നെ ശിക്ഷിച്ചാലേ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതേ ആ കുഞ്ഞുകൂടിയല്ലേ എന്ന് ഗിരിജ ചോദിക്കുക പിങ്കിയോട്. ഇതൊക്കെ കേട്ട് പിങ്കി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് എൻ്റെ മോൾ വന്ന് എന്തെങ്കിലും കഴിക്കുക. ഇനിയും നീ മനസ്സ് വെച്ച രാമേശ്വരത്തല്ല കൈലാസത്തിൽ വരെ നിന്നെ കൊണ്ടുപോകും ഗൗതം നിന്നെ. ആ ഒരു ഉറപ്പ് എനിക്കുണ്ടെന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ലക്ഷ്മിയും മോഹിനിയും കൂടെ സംസാരിക്കുക കേട്ടോ. നന്ദ പിങ്കിയോടും ഗൗതമനോടും രാമേശ്വരത്ത് പോകാൻ അനുവാദമൊക്കെ കൊടുത്തതായിരുന്നല്ലോ, എന്നിട്ടും പോകണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവോ എന്ന് നമ്മുടെ മോഹിനി ലക്ഷ്മിയോട് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു ലക്ഷ്മി. അപ്പോൾ ഏട്ടത്തിക്ക് ചോദിക്കായിരുന്നില്ലേ? ഉവ്വ, അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ കരുതി. എൻ്റെ മോനെ ഇപ്പം അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിരിക്കുമ്പോൾ അതെ, ഗുണമില്ലെങ്കിലും അറിഞ്ഞാൽ ചിലപ്പോൾ ദോഷം ഉണ്ടാകും അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഈ ഗിരിജ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ദേ, ഗൗതമൻ്റെയും നന്ദയുടെയും ഈ ഒരു യാത്ര മുടങ്ങിയതിന് കാരണം നന്ദയാ. അതിൻ്റെ ഉത്തരവാദി നന്ദ തന്നെയാണ്. അത് ലക്ഷ്മിക്ക് ക്ഷീണമല്ലേ എന്ന് ചോദിച്ച് ഗിരിജ വലിയ ആളാവും കേട്ടോ. നന്ദ ആരും ഒന്നും പറയാനും പാടില്ല, പറയുന്നവർ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇതാണല്ലോ ലക്ഷ്മിയുടെ ന്യായം എന്ന് പറഞ്ഞപ്പോൾ ഗിരിജ കൂടുതലൊന്നും എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കരുത്, അതായിരിക്കും നല്ലത് എന്ന് പറയാ നമ്മുടെ ലക്ഷ്മി. ഗിരിജയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നേ ഞാൻ ശരിക്കും കേട്ടതാ. ഇതിന് മാത്രം എന്തു കേട്ടോന്നാ നിങ്ങൾ ഈ പറയുന്നത്? നന്ദയെ ഞാൻ 4 എണ്ണം പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാ, അതിന് പക്ഷേ വ്യക്തമായ കാരണമുണ്ട്. കാരണമോ? എന്ത് കാരണമോ അതിനുള്ളതെന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ എന്തായാലും ഞാൻ നന്ദയോട് പറഞ്ഞത് മുഴുവനും ഈ പറയുന്ന ലക്ഷ്മി കേട്ടിട്ടുണ്ടാവില്ല, അവസാനം പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാകത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം ഗിരിജ മനസ്സിൽ പറയുമ്പോൾ എന്താ ഗിരിജെ, പുതിയ നുണയെന്തെങ്കിലും ആലോചിച്ചെടുക്കുവാണോ എന്ന് ലക്ഷ്മി ചോദിച്ചു. നുണയ്ക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, സത്യമായിട്ട് പറയുന്നവളാ ഈ ഗിരിജ. അത് കേൾക്കുമ്പോഴേ ചിലർക്കൊക്കെ പൊള്ളും, പക്ഷെ അതിൽ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചേച്ചി എന്താ പറഞ്ഞു വരുന്നതെന്ന് മോഹിനി ചോദിച്ചു. നന്ദ ഇപ്പം എന്ത് ചെയ്തു എന്നാ? ഗർഭിണിയായിരിക്കുന്ന പെണ്ണാ പിങ്കി. അവൾക്ക് രാമേശ്വരം മഹാദേവന്റെ സന്നിധിയിൽ ചെന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കാം എന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനാണ് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ നന്ദയ്ക്ക് വലിയ സംശയം. വിധവയായ ഒരു പെണ്ണിനും സ്വന്തം ഭർത്താവിനെയും കൂട്ടി ഈ സംശയം നോക്കി ഓർക്കണമെന്ന് പറഞ്ഞപ്പം അല്ല, നന്ദയ്ക്ക് ആ സംശയരോഗം പണ്ടേ ഉള്ളതാണെന്ന് മോഹിനി അന്നേരം എടുത്ത വഴിക്ക് പറയാം. പക്ഷെ മോഹിനി അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നോക്കുക. കണ്ടോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും സ്വന്തം മരുമകളുടെ കാര്യം വരുമ്പോൾ ലക്ഷ്മി തർക്കിക്കുന്നത് കണ്ടോ എന്ന് ഗിരിജ ലക്ഷ്മിയോടും മോഹിനിയോടും പറയുന്നു. തമിഴിലൊരു ചൊല്ലുണ്ട്, ഒരു കണ്ണിന് വെണ്ണയും മറു കണ്ണിന് ചുണ്ണാമ്പുമാണെന്ന്. അതെ, അതാ നന്ദയോടും പിങ്കിയോടും ലക്ഷ്മിക്കുള്ള സമീപനം എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ ഇതാക്കി സംസാരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു മോഹിനി. കാഴ്ചയിൽ വെണ്ണയും ചുണ്ണാമ്പും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ, പക്ഷേ അത് കണ്ണിൽ തേൽക്കുമ്പോഴുള്ള അനുഭവം അതൊന്നാണോ എന്ന് ഗിരിജ
മോഹിനിയോട് ചോദിക്കുവാണ്. നന്ദ എന്ത് ചെയ്താലും ലക്ഷ്മി അതിൽ വെണ്ണ പുരട്ടി ന്യായീകരിക്കും. എന്നാൽ പിങ്കി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ചുണ്ണാമ്പ് തേച്ച് അവളുടെ മനസ്സിനെ പൊള്ളിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പം ഗിരിജേ, ദേ ഞാൻ നന്ദ മോളെയും പിങ്കി മോളെയും ഇന്ന് വരെ വേർതിരിച്ച് കണ്ടിട്ടില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു. അതെനിക്ക് 2 ദിവസം കൊണ്ട് മനസ്സിലായതാ ലക്ഷ്മി എന്നും പറഞ്ഞ് ഗിരിജ അന്നേരം ലക്ഷ്മിയോട് പറയണു. നിങ്ങളുടെ മകന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന ആൾ പിങ്കിയല്ലേ? എന്നിട്ട് ഈ നിമിഷം വരെ അവളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ലക്ഷ്മി അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അല്ല ഗിരിജെ, പിങ്കിമോളുടെ കാര്യങ്ങളെല്ലാം നന്ദമോളും ഗൗതമോനും കൂടി നോക്കുന്നുണ്ടല്ലോ. പിന്നെ പോരാത്തതിന് സദാസമയവും ഗിരിജി ഉണ്ടല്ലോ നോക്കാൻ. പിന്നെ ഞാനെന്തിനാണെന്ന് ലക്ഷ്മി ചോദിച്ചു. ഞാനുണ്ട്. എൻ്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ അവളെ നോക്കുന്നേ. അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കുമല്ലോ നാളെ നേരം വെളുക്കുമ്പോൾ എന്നോട് സ്ഥലം വിട്ടവളാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ലക്ഷ്മിയടുത്ത് ഈ ഗിരിജേച്ചിയോട് പോകാൻ പറഞ്ഞോ എന്ന് നമ്മുടെ മോഹിനി ചോദിച്ചപ്പം അത് പിന്നെ നന്ദമോളോട് ഗിരിജ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അപ്പം ഞാനങ്ങ് പറഞ്ഞു അത്ര തന്നെയെന്ന് പറഞ്ഞ് ലക്ഷ്മി മോഹിനിയോട് പറയുക. നന്ദ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ അത് തെറ്റ്, പിങ്കിയെ പറഞ്ഞാൽ അത് വളരെ അത്യാവശ്യമുള്ള കാര്യം അല്ലേ? ഇത് തന്നെയാ പക്ഷാഭേദമെന്ന് ഞാൻ പറഞ്ഞത്. ഗിരിജേ, എന്തായാലും ഞാൻ നാളെ പോകും, ഒപ്പം പിങ്കിയെയും ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഗിരിജി ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു മോഹിനി. പിന്നെ എൻ്റെ പിങ്കി മോളെ ഇവിടെ എല്ലാവർക്കും ഇട്ട് തട്ടിക്കളിക്കാൻ ഞാൻ കൊടുക്കണമെന്ന് ചോദിച്ചു. അതെ ചേച്ചി വെറുതെ ഓരോരോ തീരുമാനങ്ങൾ കയറി എടുക്കണ്ട, ആരും എങ്ങോട്ടും പോകുന്നില്ല എന്ന് മോഹിനി പറഞ്ഞപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ലക്ഷ്മിക്ക് ബുദ്ധിമുട്ടല്ലേ? ഈ നിമിഷം വരെ പിങ്കിയുടെ ഒരു കാര്യവും ലക്ഷ്മി അന്വേഷിച്ചിട്ടോ പെറുക്കിയിട്ടോ ഇല്ല എന്നും പറഞ്ഞ് ഗിരിജ കിട്ടി അവിടെ കയറി അങ്ങ് ഇതാക്കുക. അപ്പോൾ മോഹിനി പറഞ്ഞു എല്ലാം ശരിയാക്കാൻ ചേച്ചി തൽക്കാലം അങ്ങ് ചെല്ല്, ചേച്ചി തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാൻ നോക്ക്, പോകാനൊന്നും നോക്കണ്ട. ഏതായാലും ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, ഞാൻ പോയാൽ എൻ്റെ മോളെയും കൊണ്ടുപോകുമെന്ന് അങ്ങ് പറഞ്ഞേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ ഗിരിജി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്താ ലക്ഷ്മി എടുത്ത് എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നു മോഹിനി ഗിരിജ പറഞ്ഞേക്കെ നീ കേട്ടോ? ഇല്ലല്ലോ. നന്ദ മോളെ എന്തുമാത്രം വിഷമിച്ചെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ നന്ദയുടെ വിഷമമൊക്കെ അവിടെ നിൽക്കട്ടെ, ഗിരിജേച്ചി ചോദിച്ച ഒരു കാര്യം അത് സത്യമല്ലേ എന്ന് മോഹിനി ലക്ഷ്മിയോട് ചോദിക്കുക. നമ്മുടെ കരുതലും സ്നേഹവും ഇപ്പം ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ആർക്കാ? നന്ദയ്ക്കാണോ പിങ്കിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി ഇങ്ങനെ നോക്കുക കേട്ടോ. പിങ്കിയാണ് ഏട്ടത്തി ഇപ്പോൾ കരുതേണ്ടത് എന്നുള്ള കാര്യം മോഹിനി പറയുക. അവളുടെ വയറ്റില ഇന്ത്യവരത്തിലെ അവകാശി കിടക്കുന്നത്, അത് മറന്നുകൊണ്ട് പ്രവർത്തിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി ലക്ഷ്മിയോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ലക്ഷ്മി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിങ്കി അവിടെ ഇരുന്ന് ഇങ്ങനെ പതുക്കെ മയങ്ങുമ്പോഴേക്ക് ലക്ഷ്മി പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ വയറിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ആ കുഞ്ഞിനോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേ നമ്മുടെ പിങ്കി കണ്ണ് തുറന്ന് ലക്ഷ്മിയെ നോക്കുക. ലക്ഷ്മിയെ നോക്കിയപ്പോൾ ലക്ഷ്മി വന്നിരിക്കുന്നു. ഗിരിജി അന്നേരത്തേക്കും അപ്പുറയെന്ന് വന്ന് ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എന്താ ചെറിയമ്മായി എന്തിനാ വന്നേന്ന് ചോദിച്ചു പിങ്കി. ഒന്നുമില്ല, പിന്നെ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗിരിജി ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിങ്കി മോളെ നിനക്ക് സുഖാണോ എന്ന് ചോദിച്ചപ്പം ഇപ്പം എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ എന്ന് ചോദിക്കുക. ഈ ഒരു സുഖാന്വേഷണം അതൊന്നും പതിവില്ലാത്തതാണല്ലോ എന്ന് പിങ്കി ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ നിന്റെ ചുറ്റിന് എപ്പോഴും എല്ലാവരും ഇല്ലേ, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയല്ലേ ഞാൻ വരാത്തത് എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ എനിക്കെന്താ ബുദ്ധിമുട്ടമായി? ചെറിയമ്മായി വരാതെയും നോക്കാതെ ഇരിക്കുമ്പോൾ ഉള്ളൊരു സങ്കടം, ആ ഒരു സങ്കടവും ബുദ്ധിമുട്ടും എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവഗണന അനുഭവിക്കുന്നതിൻ്റെ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് അങ്ങനെയൊന്നും അല്ല മോളെ, ഞാനെന്തിനാ പിങ്കി മോളെ അവഗണിക്കുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്നും പറഞ്ഞ് ഗിരിജി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിലുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഓർമ്മയും സ്നേഹവും ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മനസ്സ് അതെനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അതും പിന്നെ മോളെ എൻ്റെ മനസ്സിൽ അതെല്ലാം ഉണ്ടെന്നും എൻ്റെ പൊന്നുമോള് അതൊന്നും ഇല്ലയെന്ന് വിചാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്താവശ്യമുണ്ടെങ്കിലും മോൾ അമ്മായിയോട് പറയണം, ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പിങ്കിയുടെ കൈയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ ലക്ഷ്മിയോട് എഴുന്നേറ്റ് പോയി. ലക്ഷ്മി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗിരിജ വന്നേക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ ചിറ്റ? ഞാൻ പിന്നെ എവിടെ പോവാൻ എൻ്റെ പിങ്കിമോളെ? അതെ എന്താ നിൻ്റെ ലക്ഷ്മിയുമായി പറഞ്ഞത്? അപ്പോൾ ഒന്നുമില്ല, വെറുതെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതാണെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല ചിറ്റ, ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ അതാണ് ഈ ഗിരിജ ചിറ്റയുടെ മന്ത്രജാലം എന്ന് പറഞ്ഞു. അപ്പോൾ ചിറ്റ എന്താ ചെയ്തേ? എന്ത് ചെയ്തില്ല എന്ന് നീ ചോദിക്കാൻ പറഞ്ഞു. മോൾക്കറിയോ, ദേ ഞാൻ നന്ദയ്ക്ക് കണക്കിന് കൊടുത്തു എന്ന് നിന്നോട് പറഞ്ഞില്ലായിരുന്നോ?
അത് കേട്ടോണ്ട് വന്ന ദേഷ്യത്തിലെ എന്നോട് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ കക്ഷിയാ ആള്. ഇപ്പം അതേ പൂച്ചക്കുട്ടിയെ പോലെ വാലാട്ടിക്കൊണ്ട് വന്നില്ലേന്ന് ചോദിച്ചപ്പം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചിറ്റേന്ന് പിങ്കി ചോദിച്ചപ്പം ഒന്നെങ്കിൽ നാവിൻ്റെ ബലം അല്ലെങ്കിൽ സരസ്വതി കടാക്ഷം എന്ന് പറയണമെന്ന് പറഞ്ഞു. രണ്ടിനും ഏതായാലും ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു ചിറ്റേന്ന് പിങ്കി. ഇനി ഇതുപോലെ ഗൗതമനെയും ഞാൻ നിന്റെ അടുത്തേക്ക് അടുപ്പിക്കും, നീ നോക്കിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ചിറ്റ വാക്ക് കൊടുക്കുക. എൻ്റെ മോള് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. എന്തായാലും ചിറ്റ പറഞ്ഞൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവാണ് പിങ്കി മോള്. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ രാത്രിയായി. നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഗിരിജയായിട്ട് സംസാരിക്കാം. നീ ഇതിൽ ഇത്ര വിഷമിക്കാൻ എന്താ പെണ്ണെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക. ഡോക്ടർ പറഞ്ഞത് ചിറ്റ കേൾക്കാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പം കേട്ടത് തന്നെ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞല്ലേ, എന്താ ഏതാണെന്നൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റത്തില്ല എന്ന് പറയുക ഗിരിജ. അതിപ്പോൾ ആരുടെയും കുറ്റമൊന്നും അല്ലല്ലോ. ഞാൻ കുറച്ചുകൂടി സൂക്ഷിക്കണമായിരുന്നു ചിറ്റെ, നന്ദയോടുള്ള വാശിക്ക് ഞാൻ കുറേ അലംഭാവം കാണിച്ചു എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ കാണിച്ചെങ്കിൽ കാണിച്ചു, അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ പോരെ. ഇതിപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും വയറ്റിൽ കിടക്കുന്നത് സ്വന്തം കുഞ്ഞാണ് എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗിരിജ പിങ്കിയോട് പറയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലെ നീ അത്ര വലിയ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പിങ്കിയോട് പറഞ്ഞു കൊടുക്കുവാണ് ഈ ഗിരിജ. ആരും കേൾക്കാതെ ആലസി പോകുന്നെങ്കിൽ അതങ്ങ് പോയിക്കോട്ടെ, ഇത് നല്ല പാട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഇല്ല ചിറ്റേ, എനിക്കങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല എന്ന് പിങ്കി പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്ന് ചോദിക്കുവാണ് ഗിരിജ. സ്വന്തം അല്ലാത്ത ഒന്നിനെയും നമ്മൾ അങ്ങ് ഒരുപാട് മനസ്സിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഗിരിജ പറയാം. നിന്റെ നമ്പർ 1 ശത്രുവായ നന്ദയുടെ കുഞ്ഞാണ് വയറ്റിൽ കിടക്കുന്നത്, അത് ഓർത്താൽ തന്നെ തീരുവല്ലോ എല്ലാ സ്നേഹവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് സ്നേഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ചിറ്റെ, എന്തുമാത്രം കഷ്ടപ്പെട്ടും കണക്ക് കൂട്ടിയും കള്ളക്കളി കളിച്ചുമാണ് ഞാൻ ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ചാൻസ് നേടിയെടുത്തതെന്ന് അറിയാവോ ചിറ്റയ്ക്ക് എന്ന് പിങ്കി ചോദിക്കുന്നു. ഇതിനെ നഷ്ടപ്പെട്ട പിന്നെ ഒരിക്കലും എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കണ്ടവൻ്റെ കൊച്ചിനെ ചുമന്നിട്ട് എന്ത് പുണ്യം കിട്ടാനാണ് നിനക്ക്? അപ്പോൾ ഗൗതമൻ്റെ കുഞ്ഞാ ചിറ്റ ഇത്, ഞാനല്ല ഈ കുഞ്ഞിൻ്റെ അമ്മയെങ്കിലും ജീവിതത്തിൽ ഗൗതമൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ കിട്ടിയ ഒരേ ഒരു അവസരമല്ലേ ഇത് എന്നൊക്കെ പിങ്കി ഇങ്ങനെ ചോദിക്കുക. അതെന്താ ഇനി ഗൗതമന് കുട്ടികൾ ഉണ്ടാവില്ലേ എന്നും ചോദിച്ചിങ്ങനെ അന്നേരത്തേക്കും ഗിരിജ ചോദിക്കുന്നു. ഉണ്ടാകില്ല എന്നൊന്നുമില്ല, അത് മനസ്സിലാക്കിക്കോ നീ. അപ്പോഴേക്കും എന്തേ അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദ വരുന്നു. പിങ്കി പിങ്കി ഹോസ്പിറ്റലിൽ പോയ കാര്യം എന്തായി എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഇന്നോ നാളെയോ ഒന്നും പ്രസവം ഉണ്ടാകില്ല എന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞു അല്ല പിങ്കി മോളെ എന്ന് നന്ദ വന്ന് ചോദിച്ചപ്പോൾ ഗിരിജ നന്ദയെ കളിയാക്കുക. അപ്പം നന്ദ ഇതിങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. ആ സമയത്ത് എന്താ നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ എന്ന്, അയ്യോ അല്ല, ഓ ദൈവമേ, ഓടി വന്നുള്ള ചോദ്യം ആരവൊക്കെ കേട്ടപ്പോൾ ഉണ്ടായ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള ഭയങ്കര ആകാംക്ഷ പോലെ എനിക്ക് തോന്നിയതെന്നൊക്കെ പറഞ്ഞപ്പം പിങ്കിയുടെ ചിറ്റയുടെ തോന്നിവാസങ്ങൾക്കും തോന്നലുകൾക്കും മറുപടി പറയലല്ല എൻ്റെ ജോലി. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോടല്ല എന്ന് നന്ദ ഗിരിജയോട് പറഞ്ഞു. കേട്ടതിൻ്റെ ബാക്കി അത് ആർക്കും പറയാമെന്ന് ഗിരിജ. അതൊക്കെ നിങ്ങളുടെ നാട്ടിൽ കോയമ്പത്തൂര്, ഇവിടെ അത് എടുക്കാൻ വരണ്ടാന്ന് നന്ദ അന്നേരം പറഞ്ഞു. അപ്പം എടി നീ എന്താ എൻ്റെ ചിറ്റി അപമാനിക്കുകയാണെന്ന് പിങ്കി ചോദിച്ചപ്പം നിന്റെ ചിറ്റി എന്നെ അപമാനിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും ഇല്ലാത്ത ദണ്ണമൊന്നും തിരിച്ചു കൊടുക്കുമ്പോൾ പുറത്തെടുക്കണ്ട പിങ്കി എന്ന് നമ്മുടെ നന്ദ അന്നേരം പറഞ്ഞു. നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് പിങ്കി അന്നേരം ചോദിച്ചു. എന്തൊരു ശല്യം ഇതെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് സ്വൈര്യമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കായിരുന്നല്ലോ, ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ വന്ന് എൻ്റെയും ഗൗതം സാറിൻ്റെയും കുഞ്ഞിൻ്റെ വാടകമ്മയായത് എന്ന് പിങ്കിയോട് നന്ദ ചോദിച്ചപ്പോൾ പിങ്കിയുടെ വായിൽ ഒന്നും പറയാനില്ല. ആ കുഞ്ഞ് നിന്റെ വയറ്റിലുള്ളിടത്തോളം കാലം ഞാൻ വരും, സംസാരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇപ്പം നിനക്ക് എന്ത് തേങ്ങക്കുല എന്നോട് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചു പിങ്കി. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു എന്ന് നമ്മുടെ നന്ദ പിങ്കിയോട് പറയുക. പിങ്കിയുടെ സകല ആടവും പൊളിഞ്ഞു. എന്നിട്ട് എന്താ ഡോക്ടർ പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്നോടും പറഞ്ഞു. എന്താ എന്ന് വെച്ചാ അത് തന്നെ, പിങ്കിയുടെ അശ്രദ്ധ കൊണ്ടും അലംഭാവം കൊണ്ടും കുഞ്ഞിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന്. അപ്പം നന്ദയോട് പകരം വീട്ടാൻ ശരിക്കും നന്ദയോട് കാണിച്ച ക്രൂരത കൊണ്ട് ആ കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ ഒരു അപകടസ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞതായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇനിയെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അതിപ്പോൾ ഡോക്ടർമാർ വായി തോന്നുന്നതൊക്കെ പറയുന്നതാ, അതൊന്നും അത്ര കാര്യമാക്കാനില്ലെന്ന് പറഞ്ഞു ഗിരിജ. പുറത്ത് കയ്യും കെട്ടി കാഴ്ച കാണുന്ന നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും, എനിക്കത് പറ്റില്ല എന്ന് നന്ദ അന്നേരത്തേക്കും പറയുക. പിന്നെ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലും കഴിയുന്നത്ര കെയറിങ്ങിലും നോക്കിക്കൊള്ളാവുന്ന എഴുതി ഒപ്പിട്ട് തന്ന എഗ്രിമെൻ്റ് ഉണ്ട്, അത് മറന്നു പോകരുത് പിങ്കി. എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, തൽക്കാലം എനിക്കിപ്പോൾ അതേ പറ്റുമെന്ന് പിങ്കി പറഞ്ഞപ്പോൾ അത് പോരാ, നിനക്ക് പറ്റുന്നതിൻ്റെ 10-1 കെയർ പോലും നീ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നില്ല എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. അത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നത്. അപ്പോൾ ഇത്രയും എനിക്ക് സൗകര്യപ്പെടുകയുള്ളൂ എന്ന് നന്ദയോട് പിങ്കി പറയുക. പോരാന്നുണ്ടെങ്കിലേ നീ കൊണ്ട് കേസ് കൊടുക്കാനും പിങ്കി നമ്മുടെ
നന്ദയോട് പറയുക. ഇനിയിപ്പോൾ എന്ത് വേണമെന്നാ ഡോക്ടർമാർ പറഞ്ഞത്? ഗർഭത്തിലുള്ള കുഞ്ഞിനെ എടുത്ത് തൊട്ടിൽ കെട്ടി താരാട്ട് പാടണോ എന്ന് ഗിരിജ ഇങ്ങനെ ചോദിക്കുമ്പോൾ പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ. പ്രസവിക്കാൻ വഴിയില്ലാത്ത നിനക്ക് പിങ്കി മോള് ചെയ്തു തരുന്ന ഒരു ഔദാര്യമാണിതെന്നും പറഞ്ഞുകൊണ്ട് ഗിരിജ വീണ്ടും നന്ദയെ ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അവളെ കൂടുതൽ പേടിപ്പിക്കാനോ ചെല്ലണ്ട നീ എന്നും പറഞ്ഞു. ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ പേറാൻ കഴിവുണ്ടെങ്കിലേ അതിൻ്റെ ബാക്കി നോക്കാനും എനിക്ക് അറിയാമെന്നും പറഞ്ഞു പിങ്കി നന്ദയെ വെല്ലുവിളിക്കുക. ഇത് കേട്ട് നമ്മുടെ നന്ദ ഞെട്ടി നിൽക്കുക. നീ ഇപ്പം എന്നെ ഭരിക്കാൻ വരാതെ നിന്റെ പണി എന്താന്ന് വെച്ചാൽ പോയി ചെയ്യാൻ പറഞ്ഞു ഈ പിങ്കി. അപ്പോൾ പോയേക്കാം, ഞാൻ എൻ്റെ പണിയും നോക്കാം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് സംരക്ഷിച്ചല്ലേ പറ്റൂ, ഞാൻ കാണിച്ചു തരാം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞു നമ്മുടെ നന്ദ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുക. നന്ദ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മോളെ അതെ മൊത്തം കുഴപ്പമാവും മോളെ. അത് ഗിരിജയ്ക്ക് പെട്ടെന്ന് ടെൻഷനായി. ഗിരിജ അന്നേരം പിങ്കിയോട് അത് ചോദിക്കുകയും ചെയ്തു. രണ്ടും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും നമ്മുടെ നന്ദ രാവിലെ പിന്നെ കാണിക്കുന്ന രാവിലെ ആയ സമയത്ത് അരുന്ധതി അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ചേർന്ന് അങ്ങനെ ഇരിക്കുക. നന്ദ ചെന്ന് എല്ലാവരോടും പറഞ്ഞു, അപ്പം ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ പിങ്കി? നിന്റെ അലംഭാവം കൊണ്ടാണോ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി ആകെ മോശമായത് എന്ന് അരുന്ധതി ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്ന് നമ്മുടെ ഗിരിജ. ഡോക്ടർമാർ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാ. അപ്പോൾ വെറുതെയോ? അത് കൊള്ളാമല്ലോ ഗിരിജെ, വെറുതെ ഓരോന്നൊക്കെ പറയാൻ എന്താ? ഡോക്ടേഴ്സിൻ്റെ തലയ്ക്ക് ഓളം വല്ലതുമാണോ എന്ന് ഗിരിജയോട് അരുന്ധതി ചോദിച്ചു. ഇതൊക്കെ കേട്ട് ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ ഗൗതവും ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക. ഇതാ വല്യമ്മേ, നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും പറയുകയോ ചോദിക്കുകയോ ചെയ്താൽ പിങ്കിയുടെയും ചിറ്റയുടെയും ആറ്റിറ്റ്യൂഡ് ഇതാണെന്ന് നന്ദ അന്നേരം അവിടെ വെച്ചങ്ങ് പറഞ്ഞു. അങ്ങനെ വെറുതെ വായിൽ വരുന്ന വർത്തമാനം വരുന്ന ആ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ നടന്നത് കേട്ടല്ലോ. നമ്പർ 1 ഗൈനക്കോളജിസ്റ്റ് അവർ എന്നൊക്കെ പറയുന്ന ഗൗതത്തിനോട് ഞാനും കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുള്ളതാണെന്ന് ഗിരിജ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഗിരിജയെ നോക്കുമോ? ഒന്നുമല്ലെങ്കിൽ 3 പ്രസവിച്ച ആളല്ലേ ഞാനെന്നൊക്കെ ഗിരിജ അന്നേരം ചോദിക്കണു കേട്ടോ. അതുകൊണ്ട് ഡോക്ടർ മഹാത്മ്യൊന്നും ആരും എന്നോട് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗിരിജ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്കൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി. ഗിരിജയുടെ ചരിത്രം ഇവിടെ ആരെങ്കിലും ഇപ്പം ചോദിച്ചോ? നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് വാളെടുത്ത് വെളിച്ചപ്പാടായതല്ലേ എന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം ചോദിക്കണം. അതെ, ഇക്കാര്യത്തിൽ പിങ്കി മോൾക്കാ ഉത്തരവാദിത്വം ഉള്ളത്, മറുപടി പറയേണ്ടതും പിങ്കി മോളാണെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അന്നേരം ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ പറ പിങ്കി, നിന്റെ ഉദാസീനതയാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ, അത് ശരിയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ നീ ഈ ചെയ്തത് എത്ര വലിയ ദ്രോഹമാണെന്ന് അറിയാവോ എന്ന് ഗൗതം പിങ്കിയോട് ചോദിക്കാം. അപ്പോഴേക്കും പിങ്കി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിങ്കിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. നന്ദ 1000 വട്ടം പറഞ്ഞതാ സരോഗസിക്ക് നിന്നെ എടുക്കരുത് എന്നുള്ളത്. അത് കേൾക്കാത്തതിൻ്റെ ഇപ്പം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.